വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കേട്ടോ. ഇനി വണ്ടി ഇത് എടുത്ത് നേരെ റിക്കവർ ചെയ്ത് കൊണ്ടുപോയി അവിടെ കൊടുക്കുക. അവിടെ കൊടുത്തിട്ട് ഇനി അറിയാം എന്താണ് വണ്ടിയുടെ അവസ്ഥ എന്നുള്ളത്. ഇതെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഇവർ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോയി. ഒന്നും പണി ചെയ്തില്ല, കണക്റ്റ് ആകാത്തതുകൊണ്ട് അവരങ്ങ് പോയി. രൂപ 500. സത്യം പറഞ്ഞാൽ പണി അറിയാവുന്നവരെ പണി ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, ഫസ്റ്റിൽ തന്നെ വണ്ടി നമുക്ക് ഒരു 8ൻ്റെ പണി തന്നിരിക്കുകയാണ് ഗൈസ്. ഒന്നും പറയണ്ട, ആകെപ്പാട് വിഷമിച്ച് നിൽക്കുന്നൊരു സാഹചര്യമാണ്. 8ൻ്റെ പണി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഈ വണ്ടി എടുത്തത് ഞാൻ വളരെ ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ്. നിങ്ങൾക്കറിയാം, ഒരാൾ ഫിയറ്റിൻ്റെ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിയെ എത്രത്തോളം ഓടിച്ചിഷ്ടപ്പെട്ട് ആ വണ്ടിയെ എത്രത്തോളം ആ വണ്ടിയുടെ ആ ഒരു പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി ആ വണ്ടിയോട് ഇഷ്ടം തോന്നിയിട്ട് എടുത്തതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ വണ്ടി എടുത്തിട്ട് 1-2 പണി നമ്മുടെ സമയദോഷം കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, വളരെ പെർഫെക്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇപ്പം നിലവിൽ വണ്ടി ഇഗ്നിഷൻ ക്രാങ്ക് ചെയ്യുന്നില്ല, ബാക്കി ഹോണും എല്ലാം വർക്കാവുന്നുണ്ട്. വണ്ടി ഇഗ്നിഷൻ എടുക്കുന്നില്ല. ഞാൻ ഫിയറ്റിൻ്റെ ഷോറൂമിലല്ല ഫിയറ്റിൻ്റെ ഗ്യാരേജിലൊക്കെ വിളിച്ച് നോക്കിയ സമയത്ത് അവർ പറഞ്ഞത് ഈ കീയുടെ ബാരൽ പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണെന്നാണ്. ഇപ്പം ഞാൻ ബോഷിൽ നിന്ന് ആളെ വിളിച്ചിട്ടുണ്ട്. ആൾ വന്ന് നോക്കി വണ്ടിക്കകത്ത് എന്താണ് പരിപാടി എന്ന് അറിഞ്ഞിട്ട് നമുക്ക് കീ ബാരൽ മാറാം. ഏകദേശം കീ ബാരലിൻ്റെ റേറ്റ് വരുന്നത് 6000 രൂപക്കടുത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് വണ്ടി ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് അവസ്ഥ എന്നുള്ളത്. കണ്ടേ, എടുക്കുന്നില്ല, പവർ വിൻഡോസ് എടുക്കുന്നില്ല, AC-യുടെ ഫാൻ ഓണാവുന്നില്ല, ബാക്കി ലൈറ്റും അതുപോലെ തന്നെ വണ്ടിയുടെ മീറ്റർ കൺസോളും ഇഗ്നിഷനും ഹോണും ഒക്കെ കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. പിന്നെ അടുത്ത പണി ഒരുമിച്ച് വന്ന പണി, ഗിയർ നോബിന് എന്തോ പണി ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് പറ്റുന്നില്ല. ഇത് സെക്കൻഡ് ഗിയർ, ഫസ്റ്റ് അല്ല ഇത് വീഴുന്നത് സത്യം പറഞ്ഞാൽ. അല്ല, ഇത് തേർഡ്, ഭയങ്കര ടൈറ്റ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പണിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. മോഡിഫൈ ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്ലാനിങ്ങിലൊക്കെ ഇരുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും AC ഇല്ലാതെ അതിരിക്കാൻ ചൂടാണ് ഒന്നാമത്തെ കാര്യം. അതുമാത്രമല്ല, ഇരട്ടി മധുരം എന്നുള്ള രീതിയിൽ FC-യുടെ ഒരു പണിയും കൂടെ നമുക്ക് കിട്ടി. FC എത്ര പണിഞ്ഞാലും പണിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ വാൽവ് ഗേഡ് നമ്മൾ കായംകുളത്തുള്ള ഒരു ലെയ്ത്തിൽ കൊടുത്ത് പണിയിപ്പിച്ചു. എന്നിട്ട് ഒരു 1000 കിലോമീറ്റർ പോലും ആയിട്ടില്ല. ഇപ്പം വീണ്ടും വാൽവ് ഗേഡിന് പണിയായി, വെള്ളപ്പുക വരുന്നു. സിലിണ്ടറിൻ്റെ കംപ്ലൈൻ്റ് അല്ല, നല്ല ലെയ്ത്തിലേ കൊടുക്കാവുള്ളൂ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. കാര്യം എൻജിൻ്റെ ഉള്ളിൽ ഹൈ ടെമ്പറേച്ചർ നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ നല്ല ലെയ്ത്തിൽ കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ മൂഞ്ചി തെറ്റിയിരിക്കുക. അപ്പോൾ വീണ്ടും ഞാനത് അഴിച്ച് വേറെ ഒരു ലെയ്ത്തിലോട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഓൾറെഡി ഹെഡ് എൻ്റെ കയ്യിലുണ്ട്. എന്താ പറയുന്നത്, അപ്പോൾ അതിന് മുമ്പ് എല്ലാം ഒരുമിച്ച് വരികയാണ്. 2.5 ലക്ഷം രൂപയുടെ വണ്ടി എടുത്താലും പണിയാണ്. വണ്ടിയുടെ കുഴപ്പമല്ല, എനിക്കിത് അമാനുഷികത ഇതിനകത്ത് തോന്നുന്നു എന്തൊക്കെയോ. സോ നമുക്കെന്തായാലും നമ്മുടെ വണ്ടിയായിട്ട് നേരെ ഇതല്ലോ, ഇപ്പം ബോഷിൽ നിന്ന് ആൾ വരും വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യാനായിട്ട്. വണ്ടി ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതുകൊണ്ടല്ലേ പുതിയ ബാറ്ററിയാ 1261 കാണിക്കുന്നുണ്ട്. ആകപ്പാട് മൂഞ്ചി തെറ്റിയ ഒരു അവസ്ഥയിലാണ് നിലവിൽ ഞാൻ നിൽക്കുന്നത്. ബോഷിൽ നിന്ന് ആൾക്കാർ വന്ന് അവർ വണ്ടി ചെക്ക് ചെയ്തു. വണ്ടി ചെക്ക് ചെയ്തപ്പോൾ ECU ആയിട്ട് കണക്റ്റ് ആവുന്നില്ല. ECU ആയിട്ട് കണക്റ്റ് ആവാത്തതുകൊണ്ട് വണ്ടി റിക്കവർ ചെയ്ത് നേരെ ഷോറൂം അവിടെ കൊണ്ടുപോയി ചെല്ലണം എന്നാണ് പറയുന്നത്. ഞാൻ എന്ത് പറയണം, വണ്ടി എടുത്തൊന്ന് കൊതി തീരുന്നില്ല വണ്ടി ഓടിച്ചിട്ട്. വേറെ കംപ്ലൈൻറ്റ്, AC-ക്കുള്ള കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ AC-ക്കുള്ള ഇപ്പം നിലവിൽ AC ഓണാകുന്നില്ല, ഫാൻ പോലും മറക്കാന്നില്ല. വേറെ കംപ്ലൈൻറ്റ്, എൻജിൻ പവറാണെങ്കിലും വണ്ടിക്കകത്ത് വേറെ യാത്ര സുഖം എല്ലാം ഓക്കെയാണ്. പക്ഷേ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കേട്ടോ. ഇനി വണ്ടി ഇത് എടുത്ത് നേരെ റിക്കവർ ചെയ്ത് കൊണ്ടുപോയി അവിടെ കൊടുക്കുക. അവിടെ കൊടുത്തിട്ട് ഇനി അറിയാം എന്താണ് വണ്ടിയുടെ അവസ്ഥ എന്നുള്ളത്. ഇതെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഇവർ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോയി. ഒന്നും പണി ചെയ്തില്ല, കണക്റ്റ് ആകാത്തതുകൊണ്ട് അവരങ്ങ് പോയി. രൂപ 500.
ഇത് കേൾക്കുമ്പം മറ്റുള്ള ആൾക്കാർക്ക് ഒരു തമാശയായിട്ട് തോന്നും, പക്ഷേ കഷ്ടപ്പെടുന്നവന് 500-500 ആയിട്ടുള്ള വിലയുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ സിലിണ്ടർ ഹെഡ് അഴിച്ചുകൊണ്ട് നമ്മൾ ലെയ്ത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ് ഇപ്പോൾ പണിഞ്ഞിട്ട് ഒരു 1000 കിലോമീറ്റർ പോലും ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്തുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഒരു പണി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നമ്മൾ കറക്റ്റ് റണ്ണിങ് പീരീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ലെയ്ത്തിലെ പ്രശ്നമാണ്. നമ്മുടെ കായംകുളത്തുള്ളൊരു ലെയ്ത്തിൽ കൊടുത്തതാണ്. സത്യം പറഞ്ഞാൽ പണി അറിയാവുന്നവരെ പണി ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ FC കണ്ടില്ലേ, വീണ്ടും വാൽവിൻ്റെ അവിടുന്ന് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാൽവ് ഗേഡിൻ്റെ അവിടുന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല സമയമാണ് കേട്ടോ. എന്തായാലും ഞാൻ ലെയ്ത്തിലോട്ട് വേറൊരു ലെയ്റ്റിലോട്ട് കൊടുക്കട്ടെ.